നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 2022 എന്ന വർഷം UAE സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വർഷമായിരുന്നു. കാരണം ഒത്തിരിയേറെ പുരസ്കാരം, അതോടൊപ്പം തന്നെ ദുബായ് എക്സ്പോയും പൊടിപൊടിച്ച വർഷമായിരുന്നു ഈ വർഷം. എന്നാൽ പ്രവാസികൾക്കാകട്ടെ വൻ തൊഴിൽ പരിഷ്കാരങ്ങളും പുതിയ വിസ വ്യവസ്ഥകളും നൽകിയൊരു വർഷം കൂടിയായിരുന്നു. പുതുവർഷത്തിലേക്ക് ചുവടുവെക്കാൻ പോവുകയാണ്, അതായത് 2023 അങ്ങനെ 2023 മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിരവധി പുതിയ നിയമങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വകാര്യ കമ്പനികൾക്കുള്ള സ്വദേശിവൽക്കരണ നിരക്ക് 9%, കോർപ്പറേറ്റ് നികുതി, തൊഴിൽ നഷ്ടത്തിനെതിരെ നിർബന്ധിത ഇൻഷുറൻസ്, ഇസ്ലാമിതര വിശ്വാസികൾക്കുള്ള വ്യക്തിഗത സ്റ്റാറ്റസ് നിയമം, കൂടുതൽ എമിറേറ്റുകൾ, പ്ലാസ്റ്റിക് നിരോധനം തുടങ്ങിയവയാണ് ഇവയിൽ പ്രധാനപ്പെട്ടതെന്നാണ് അറിയാൻ കഴിയുന്നത്. 2023 അതായത് അടുത്ത വർഷം പ്രാബല്യത്തിൽ വരാൻ പോകുന്ന നിയമങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സ്വകാര്യ മേഖലയിലും ഫെഡറൽ സർക്കാർ വകുപ്പുകളിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടത്തിനെതിരായ ഇൻഷുറൻസ് എടുക്കൽ 2023 ജനുവരി 1 മുതൽ നിർബന്ധമാക്കുന്നതാണ് പുതിയ നിയമങ്ങളിൽ പ്രധാനപ്പെട്ടത്. നിക്ഷേപകരും ബിസിനസ് ഉടമകളും സ്വന്തമായി ബിസിനസ് നടത്തുന്നവരുമായ ആളുകൾ, വീട്ടുജോലിക്കാർ, താൽക്കാലിക ജീവനക്കാർ, 18 വയസ്സിന് താഴെയുള്ളവർ, പെൻഷൻ സ്വീകരിച്ച് വിരമിച്ചവർ, പുതിയ തൊഴിലുടമയ്ക്ക് കീഴിൽ ജോലിയിൽ പ്രവേശിച്ചവർ എന്നിവരെ നിർബന്ധിത ഇൻഷുറൻസിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. 16,000 ദിർഹമോ അതിൽ കുറവോ അടിസ്ഥാന ശമ്പളമുള്ള തൊഴിലാളികൾ പ്രതിമാസം 5 ദിർഹം, അതായത് പ്രതിവർഷം 60 ദിർഹം ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കണം. ഇവർക്ക് പ്രതിമാസ തുകയായ 10,000 ദിർഹമിൽ കവിയാത്ത നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടായിരിക്കും. അടിസ്ഥാന ശമ്പളം 16 ദിർഹത്തിൽ കൂടുതലുള്ളവർ പ്രതിമാസം 10 ദിർഹം, അതായത് പ്രതിവർഷം 120 ദിർഹം നൽകേണ്ടതായുണ്ട്. ഈ വിഭാഗത്തിനുള്ളവർക്ക് പ്രതിമാസം 20,000 ദിർഹം കവിയാത്ത നഷ്ടപരിഹാരം ലഭിക്കും. ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുത്താൻ തൊഴിലാളിക്ക് അനുവാദമുണ്ടായിരിക്കും. ജീവനക്കാർക്ക് പ്രതിമാസമോ 3 ദിവസത്തിലൊരിക്കലോ അർദ്ധവാർഷിക, വാർഷിക അടിസ്ഥാനത്തിലോ പ്രീമിയം അടയ്ക്കാവുന്നതാണ്. തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പൂളിന്റെ വെബ്സൈറ്റ്, അതായത് www.iloe.ae എന്ന വെബ്സൈറ്റിൽ സ്മാർട്ട് ആപ്ലിക്കേഷൻ, ബാങ്ക് ATMകൾ, കിയോസ്ക് മെഷീനുകൾ, ബിസിനസ് സർവീസ് സെന്ററുകൾ, മണി എക്സ്ചേഞ്ച് കമ്പനികൾ, ഡു എത്തിസലാത്ത്, SMS എന്നിവ വഴി ഇൻഷുറൻസ് സബ്സ്ക്രൈബ് ചെയ്യാം. 9 കമ്പനികൾ അടങ്ങുന്ന ഇൻഷുറൻസ് പൂളിന്റെ പ്രതിനിധിയായ ദുബായ് ഇൻഷുറൻസ് കമ്പനിയാണ് പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. ജോലി നഷ്ടപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള 12 മാസത്തെ ശരാശരി ശമ്പളത്തിന്റെ 60% പ്രതിമാസ നഷ്ടപരിഹാരമായി ലഭിക്കുക. തുടർച്ചയായി 3 മാസത്തേക്ക് മാത്രമേ നഷ്ടപരിഹാരം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇൻഷുറൻസ് കാലയളവിൽ UAE ഇൻഷുർ ചെയ്ത വ്യക്തികളുടെ മുഴുവൻ തൊഴിൽ ജീവിതത്തിനിടയിൽ ആകെ ലഭിച്ച നഷ്ടപരിഹാരം 12 പ്രതിമാസ ആനുകൂല്യങ്ങളെക്കാൾ കവിയരുതെന്നും വ്യവസ്ഥ പറയുന്നുണ്ട്. അതായത് വിവിധ സന്ദർഭങ്ങളിലായി തൊഴിൽ നഷ്ടമായ ഒരാൾക്ക് അയാളുടെ തൊഴിൽ ജീവിതത്തിനിടയിൽ ആകെ 12 പ്രതിമാസ നഷ്ടപരിഹാരത്തിന് അർഹത ഉണ്ടാവുകയുള്ളൂ. 2023 നിലവിൽ വരുന്ന മറ്റൊരു നിയമമാണ് 9% കോർപ്പറേറ്റ് നികുതിയുമായി ബന്ധപ്പെട്ടത്. 3,75,000 ദിർഹത്തിന് മുകളിൽ ലാഭം നേടുന്ന കമ്പനികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും 9% കോർപ്പറേറ്റ് നികുതി ഈടാക്കുന്നതാണ് തീരുമാനം. 2023 ജൂൺ 1 മുതൽ കോർപ്പറേറ്റ് നികുതി പ്രാബല്യത്തിൽ വരും. പ്രവാസികളുടെ ശമ്പളത്തിന് നികുതി ബാധകമല്ല. ബാങ്ക് നിക്ഷേപങ്ങൾ, സേവിങ്സ് പ്രോഗ്രാമുകൾ, നിക്ഷേപങ്ങൾ, ലാഭവിഹിതം എന്നിവയിൽ നിന്ന് സമ്പാദിക്കുന്ന വ്യക്തിഗത വരുമാനത്തിനും കോർപ്പറേറ്റ് നികുതി ബാധകമല്ല. എന്നാൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ലീസിംഗ്, വിൽപ്പന, കൈമാറ്റം മുതലായവയിലൂടെ ലഭിക്കുന്ന വരുമാനത്തിന് കോർപ്പറേറ്റ് നികുതി ബാധകമാകും. അതേസമയം ഇൻവെസ്റ്റ്മെന്റ് മാനേജർ വാണിജ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിൽ നിന്നാണ് വരുമാനം ലഭിക്കുന്നതെങ്കിൽ അത് നികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കപ്പെടുകയും ചെയ്യും. സ്വയം സ്പോൺസർഷിപ്പ് കീഴിൽ ഫ്രീലാൻസ് പെർമിറ്റ് കൈവശമുള്ള വ്യക്തികളും പരിധിയിൽ കൂടുതൽ വരുമാനം നേടുന്നവരും കോർപ്പറേറ്റ് നികുതിക്ക് വിധേയമായിരിക്കും. UAE സ്ഥിരമായ വ്യാപാര വ്യവസായ സ്ഥാപനമുള്ള പ്രവാസികൾ കോർപ്പറേറ്റ് നികുതിക്ക് വിധേയരാണ്. അതോടൊപ്പം തന്നെ ഫ്രീ സോൺ കമ്പനികളെയും നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പ്രകൃതി വിഭവങ്ങൾ വേർതിരിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങൾ, വാണിജ്യ പ്രവർത്തനങ്ങൾ ഒഴികെയുള്ള സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ, പെൻഷൻ ഫണ്ടുകൾ, നിക്ഷേപ ഫണ്ടുകൾ, പൊതു ആനുകൂല്യ സ്ഥാപനങ്ങൾ എന്നിവ കോർപ്പറേറ്റ് നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. വാർഷിക കോർപ്പറേറ്റ് ടാക്സ് റിട്ടേണുകൾ എല്ലാ നികുതി വിധേയരായ വ്യക്തികളും നികുതി കാലയളവ് അവസാനിപ്പിച്ച് 9 മാസത്തിനുള്ളിൽ ഫയൽ ചെയ്യേണ്ടതായുണ്ട്. നികുതി കാലയളവ് അവസാനിപ്പിച്ചതിന് ശേഷം 7 വർഷത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട നികുതി സൂക്ഷിക്കാൻ നികുതി അടയ്ക്കുന്നവർ ബാധ്യസ്ഥരാണ്. 50-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ വിദഗ്ധ തൊഴിൽ മേഖലയിൽ ഈ വർഷം 2% സ്വദേശിവൽക്കരണം നടപ്പാക്കണം എന്ന UAE പുതിയ നിയമവും 2023 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഈ നിർദ്ദേശം പാലിക്കാത്ത സ്ഥാപനങ്ങൾ പിഴ നൽകേണ്ടി വരും. നിയമനം ലഭിക്കാത്ത ഒരു സ്വദേശിക്ക് 72,000 ദിർഹം എന്ന നിരക്കിൽ കനത്ത പിഴയാണ് സ്ഥാപനങ്ങളിൽ നിന്ന് ഓരോ വർഷവും ഈടാക്കുക. ഇത് പ്രകാരം 2023 ജനുവരി മുതൽ ഓരോ മാസവും
ഒരു സ്വദേശിയെ നിയമിക്കാത്തതിന് പകരം 6000 ദിർഹം വീതം പിഴ നൽകേണ്ടി വരും. ഇത് പ്രകാരം 50-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ 2 സ്വദേശിയെ ചുരുങ്ങിയത് നിയമിക്കണം. ലക്ഷ്യം കൈവരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർവീസ് ഫീസുകളിൽ 80% വരെ ഇളവ് ലഭിക്കും. ഒരു സ്വകാര്യ കമ്പനി നിയമിച്ച UAE പൗരൻ രാജിവെച്ചാൽ എമിറേറ്റൈസേഷൻ ലക്ഷ്യം കൈവരിക്കുന്നതിന് കമ്പനി പകരം മറ്റൊരു സ്വദേശിയെ നിയമിക്കണം. സ്വദേശികൾക്ക് വിദഗ്ധ തൊഴിലുകളിൽ മാത്രമേ നിയമനം നൽകാവൂ എന്നും നിർദ്ദേശമുണ്ട്. 2026 ആകുന്നതോടെ സ്വദേശിവൽക്കരണ തോത് 10% വർദ്ധിപ്പിക്കാനാണ് പദ്ധതി. 2023 ഫെബ്രുവരി മുതൽ UAE-യിൽ താമസിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത പ്രവാസികൾക്ക് അവരവരുടെ വ്യക്തി നിയമങ്ങൾ അനുവദിക്കും. വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം, വിൽപത്രം എന്നീ വിഷയങ്ങളിൽ വ്യക്തിഗത പദവി അനുവദിക്കുന്ന ഫെഡറൽ നിയമം പ്രവാസികൾക്കേറെ ഉപകാരപ്രദമാകും. വിവാഹ കരാറുകൾ നിയമപരമാക്കാനും കോടതിക്ക് മുമ്പിൽ ഹാജരായി വിവാഹമോചനം നേടാനും പുതിയ നിയമത്തിലൂടെ സാധ്യമാകും. വിവാഹമോചനാനന്തരമുള്ള സാമ്പത്തിക തർക്കങ്ങൾ, കുട്ടിയുടെ സംരക്ഷണം, പിതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവയിലെല്ലാം അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പ്രകാരമാണ് കോടതി വിധി കൽപ്പിക്കുക. 2021 നവംബർ മുതൽ അബുദാബി എമിറേറ്റിൽ നടപ്പിലാക്കിയ നിയമമാണ് ഫെബ്രുവരി മുതൽ UAE-യിലെ മുഴുവൻ എമിറേറ്റുകൾക്കും ബാധകമായ ഫെഡറൽ നിയമമായി മാറുന്നത്. UAE എമിറേറ്റുകളായ അജ്മാനും ഉമ്മുൽ ഖുവൈനും 2023 ജനുവരി മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കും. അടുത്ത ദിവസം മുതൽ ഒരു പ്ലാസ്റ്റിക് ബാഗ് ഷോപ്പർമാർ ഉപയോഗിക്കുന്നതിന് വിൽപ്പന ഔട്ട്ലെറ്റുകൾ 25 ഫീസ് അധികമായി ഈടാക്കണം. അബുദാബി, ദുബായ്, ഷാർജ എന്നിവിടങ്ങളിലെ ചില്ലറ വ്യാപാരികൾ രാജ്യത്ത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ബാഗുകളുടെയും പ്ലാസ്റ്റിക്കിന്റെയും ഉപയോഗം കുറയ്ക്കുന്നതിന് ഉപഭോക്താക്കളിൽ നിന്ന് നിലവിൽ ബാഗിന് 25 ഫീസ് ഈടാക്കുന്നുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.